ഇതാണ് എന്റെ വാപ്പിയും വാപ്പിയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ. ഇന്ന് ഞങ്ങളെല്ലാം കൂടെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാൻ വേണ്ടി പോകാം. അതിനുവേണ്ടി ആവശ്യത്തിലധികം കുറയ്ക്കാനുള്ള സാധനങ്ങൾ മേടിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ കുട്ടിക്കാനെ പോയി മഞ്ഞ് കൊള്ളാനാണ് ഇവരുടെ പ്ലാൻ. ഇപ്പോഴത്തെ നല്ല തണുപ്പുണ്ടപ്പോ നേരെ കാരിയാട്ടോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രായഭേദമന്യേ നല്ല തണുപ്പത്ത് നല്ല തണുത്ത ഐസ്ക്രീം തിന്നോണ്ടിരിക്കോട്ടോ. ഇവിടെ എത്തുമ്പോൾ ഐസ്ക്രീം ചീറ്റൊക്കെ നേർച്ച പോലെയാട്ടോ. എന്താണെന്ന് അറിയത്തില്ല, മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാ ഐസ്ക്രീം നമ്മുടെ ചെറുക്കനൊക്കെ നിമിഷ നേരം കൊണ്ട് നിന്ന്. എന്തായാലും ഇവരുടെ കൂടെ വന്നാൽ ഫുഡിന് ഒരു കോംപ്രമൈസ്. നേരെ 5 മണിയായാലും ഉമ്മിക്ക് ഊണ് തന്നെ വേണം. അങ്ങനെ ഞങ്ങളെല്ലാവരും മസാല ദോശ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചു. വ്യൂ കാണുന്നേക്കാൾ ഇവർക്ക് ഇഷ്ടം ഒന്നിച്ചിരുന്ന് വർത്താനം പറയാ കുറെ തിന്നുക. അസംസ്കാരം കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോ വ്യൂ ഒക്കെ ആകെ മാറി കേട്ടോ. മഞ്ഞ് കയറിയിട്ട് തൊട്ടടുത്തേക്ക് ആളെ പോലും കാണുന്നു. അങ്ങനെ പോകുന്ന വഴി നല്ലൊരു സ്പോട്ട് കണ്ടപ്പോ വീട്ടിൽ നിന്ന് പാഴ്സലാക്കി കൊണ്ട് വന്ന കടിഞ്ചായ കുടിക്കാനുള്ള പ്ലാനില്ല അവർ. ഇപ്പോഴാണ് കുറിക്കാൻ തന്നെ മേടിച്ചെന്താന്ന് മനസ്സിലായത്. അപ്പൊ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. കടിഞ്ചായ കുടിച്ചോണ്ട് നൊസ്റ്റാൾജിയ വൈബാന്നാണ് ഈ ദൃശ്യങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത്. സംഭവം അഡ്വഞ്ചർ പാർക്ക് കയറാൻ നടത്തുന്നപ്പോൾ ഇത് പൂട്ടി കിടക്കുന്നു. എന്നാ പിന്നെ അടുത്ത സ്പോട്ടിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത സ്പോട്ട് കിട്ടി കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാൻ നമുക്ക് ആഗ്രഹം. അങ്ങനെ കബീർ മാമ ഫോട്ടോ എടുക്കാൻ പല പോസും പയറ്റി നോക്കുക കേട്ടോ. ഇനി ഇവര് 3 വരും കൂടിയുള്ള സ്ലോമോ വീഡിയോസ് ആണ് നമ്മൾ പയറ്റി നോക്കാൻ വേണ്ടി പോകുന്നത്. അതെ, രാത്രിയായപ്പോ എല്ലാവർക്കും അടുത്ത ചായ കുടിക്കാൻ കൂട്ടിയിട്ടുണ്ട്. ടൂർ പോകുമ്പോ ഈ കൂടെയുള്ള ചായ കൂടി ചെറുപ്പം മുതലേ ശീലമായെന്ന് വെച്ച് പറയുന്നത്. പിന്നെ വേറെ ഒരു സ്പോട്ട് ഉണ്ടപ്പോ അവിടെ വണ്ടി നിർത്തി തണുപ്പത്ത് നല്ല പാട്ടും ചാൻസ് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവർക്ക് പണ്ട് പോലെ ശീലമാണെന്നാ പറയുന്നത്. വഴിയിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ പാട്ടിന് കൂടിയിട്ടുണ്ട്. അങ്ങനെ പോയി നമ്മൾ നിന്നുമുള്ളിപ്പാറ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നല്ല തണുത്ത ചാറ്റിലടിച്ചിട്ട് അടുത്തൊന്നും നിൽക്കാൻ വരാട്ടോ. അങ്ങനെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു.